നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 8 ചൊവ്വാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സസിനെത്താൻ ഒരു ഈസി വേ. അതെ, ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2017 ശേഷം UK, അയർലൻഡ്, കാനഡ, USA, സ്പെയിൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ 1800 hours പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് BSc നഴ്സുമാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട, കോൺടാക്ട് യുഎസിൽ നിന്നുള്ള വ്യാപാര താരിഫുകളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര കാർ വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇലക്ട്രിക് വാഹന നിയമങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് UK സർക്കാർ പ്രഖ്യാപിച്ചു. 2030 പുതിയ പെട്രോൾ, ഡീസൽ കാറുകൾ വിൽക്കുന്നതിനുള്ള നിരോധനം പ്രാബല്യത്തിൽ വരും. കൂടാതെ പൂർണ്ണ ഹൈബ്രിഡ്, പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളുടെ വിൽപ്പന 2035 വരെ അനുവദിക്കും. സീറോ എമിഷൻ വാഹന മാൻഡേറ്റിന്റെ ഭാഗമായി നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഓരോ വാഹനത്തിനുമുള്ള പിഴ 15,000 പൗണ്ടിൽ നിന്ന് 12,000 പൗണ്ടായി കുറച്ചു. തുടങ്ങി നിരവധി മാറ്റങ്ങളും നിലവിൽ വരും. ആപ്പിൾ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ കേസിന്റെ രഹസ്യ ഹിയറിംഗ് നടത്താൻ കഴിയില്ലെന്ന് റോയൽ കോർട്ട്സ് ഓഫ് ജസ്റ്റിസ് വിധിച്ചു. ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ട്രിബ്യൂണലാണ് വിധി പുറപ്പെടുവിച്ചത്. കേസിന്റെ അടിസ്ഥാന വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമല്ലെന്നും പൊതു താൽപര്യത്തിന് വിരുദ്ധമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷനുള്ള ആപ്പിൾ ഉപയോക്താക്കളിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുവാനുള്ള അവകാശം ഹോം ഓഫീസ് ആവശ്യപ്പെട്ടതിനെതിരെയാണ് നിലവിലെ കേസ്. 12 ദശലക്ഷത്തിലധികം നാഷണൽ ബിൽഡിംഗ് സൊസൈറ്റി അംഗങ്ങൾക്ക് ഈ മാസം 50 പൗണ്ട് ബോണസ് പേയ്മെന്റ് ലഭിക്കും. സൊസൈറ്റിയുടെ ബിഗ് നേഷൻ വൈഡ് താങ്ക് യു പദ്ധതിയുടെ ഭാഗമായാണ് ബോണസ്. അംഗങ്ങൾക്ക് ഫണ്ട് പ്രതീക്ഷിക്കാവുന്ന തീയതി ഇന്നലെ ബിൽഡിംഗ് സൊസൈറ്റി സ്ഥിരീകരിക്കുകയായിരുന്നു. സൊസൈറ്റിയിലെ യോഗ്യരായ എല്ലാ അംഗങ്ങൾക്കും 2025 ഏപ്രിൽ 30-നകം ബോണസ് ലഭിക്കും. UKയിലുടനീളമുള്ള പേയ്മെന്റ് മൊത്തത്തിൽ 600 മില്യൺ പൗണ്ട് ആണെന്നാണ് റിപ്പോർട്ട്. രാജ്യവ്യാപകമായി ബാങ്കോ സേവിംഗ് അക്കൌണ്ടോ ഉള്ള അംഗങ്ങൾക്ക് പണം നേരിട്ട് നിക്ഷേപിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാർഡിഫ് നഗരത്തിൽ ബൈക്ക് അപകടത്തിന് ഇരയായ 2 യുവാക്കളെ പിന്തുടർന്ന പോലീസ് വാനിന്റെ ഡ്രൈവർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തില്ലെന്ന് ക്രൌൺ പ്രോസിക്യൂഷൻ സർവീസ് അറിയിച്ചു. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മതിയായ തെളിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് CPS ഈ നിഗമനത്തിലെത്തിയത്. 2023 മെയ് 22-നാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 16-15 വയസ്സുള്ള 2 യുവാക്കൾ മരണപ്പെട്ടിരുന്നു. ഇതോടെ കാർഡിഫ് നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ കലാപവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. കലാപത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. UKയിൽ ആദ്യമായി നടന്ന ഗർഭാശയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞിനെ പ്രസവിച്ച വനിതയായി ഗ്രേസ് ഡേവിഡ്സൺ എന്ന 36 വയസ്സുകാരി ചരിത്രം സൃഷ്ടിച്ചു. ഗ്രേസിന് അപൂർവ രോഗം കാരണം ഗർഭാശയം ഉണ്ടായിരുന്നില്ല. 2023-ൽ സഹോദരിയായ 42 വയസ്സുകാരി എമി പാർഡിയിൽ നിന്ന് ഗ്രേസ് ഗർഭാശയം സ്വീകരിച്ചു. പിന്നീട് IVF വഴി ഗർഭധാരണം നടത്തി. 2025 ഫെബ്രുവരി 27 ലണ്ടനിലെ ക്വീൻ ചാൾസ് ആൻഡ് ചെൽസി ആശുപത്രിയിൽ സിസേറിയൻ വഴി ഒരു പെൺകുഞ്ഞിന് ഗ്രേസ് ജന്മം നൽകി. സഹോദരി എമി പാർഡിയുടെയും ട്രാൻസ്പ്ലാന്റ് സർജനായ ഇസബൽ കിഗോറിന്റെയും സ്മരണാർത്ഥം അവർ പെൺകുട്ടിക്ക് അമി ഇസബൽ എന്ന പേരിട്ടു. ലോകമെമ്പാടും 100-ലധികം ഗർഭപാത്ര മാറ്റിവെക്കൽ നടത്തിയിട്ടുണ്ട്. അതിലൂടെ കുറഞ്ഞത് 50 കുഞ്ഞുങ്ങളെങ്കിലും ജനിച്ചിട്ടുമുണ്ട്. 2014-ലാണ് സ്വീഡനിൽ ഒരു ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള ആദ്യത്തെ വിജയകരമായ ജനനം നടന്നത്. UKയിൽ ഈ ആഴ്ചയിൽ ചൂടുള്ളതും തെളിഞ്ഞതുമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് റിപ്പോർട്ടുകൾ. ഓട്ടൻബോൺ ഹാംഷെയറിലെ താപനില 23.7°C വരെ ഉയർന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ന് സ്കോട്ട്ലാൻഡിന്റെ വടക്കൻ പടിഞ്ഞാറ് ഭാഗങ്ങളിലും വടക്കൻ അയർലൻഡിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിലും താപനില 20°C കടന്നേക്കാം. ബുധനാഴ്ച ഈസ്റ്റേൺ സ്കോട്ട്ലാൻഡും ഈസ്റ്റേൺ ഇംഗ്ലണ്ടും ഒഴികെ മിക്ക പ്രദേശങ്ങളിലും ചൂട് തുടരും. ഈസ്റ്റേൺ സ്കോട്ട്ലാൻഡും ഈസ്റ്റേൺ ഇംഗ്ലണ്ടിലും താപനില 9 മുതൽ 13°C വരെ താഴുവാനും സാധ്യതയുണ്ട്. വാരാന്ത്യത്തോടെ ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും ചില ഭാഗങ്ങളിൽ 20 മുതൽ 22°C വരെ താപനില ഉയർന്നേക്കാമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. പ്രീമിയർ ലീഗിൽ ഇന്നലെ കിങ് പവർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ലെയ്സർ സിറ്റി എതിരില്ലാത്ത 3 ഗോളിന് ന്യൂകാസിൽ പരാജയപ്പെടുത്തി. കളി തുടങ്ങിയ ആദ്യ 11 മിനിറ്റിൽ ജേക്കബ് മർഫി 2 ഗോളുകൾ നേടി ടീമിനെ ശക്തമായ ലീഡിലേക്ക് നയിച്ചു. തുടർന്ന് 34 മിനിറ്റിൽ മുൻ ലെയ്സ്റ്റർ കളിക്കാരനായ ഹാർവി ബാൺസ് 3ാമത്തെ ഗോളും നേടി. വിജയത്തോടെ ന്യൂകാസിൽ 30 മത്സരങ്ങളിൽ നിന്ന് 53 പോയിന്റുമായി പ്രീമിയർ ലീഗിൽ 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 4-ാം സ്ഥാനത്തുള്ള ചെൽസിയുമായി പോയിന്റ് തലത്തിൽ സമനിലയിലും എത്തി. മറുവശത്ത് ലെയ്സർ സിറ്റി തുടർച്ചയായ 8ാം ഹോം ലീഗ് മത്സരത്തിൽ പരാജയപ്പെട്ടു.
കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചേലക്കര MP കെ രാധാകൃഷ്ണൻ ഇന്ന് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകും. നേരത്തെ 2 തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും രാധാകൃഷ്ണന് ഹാജരായിരുന്നില്ല. തുടർന്നാണ് ഇന്ന് ഹാജരാകണമെന്ന് ED നോട്ടീസ് നൽകിയത്. ED ആവശ്യപ്പെട്ട രേഖകൾ കഴിഞ്ഞ മാസം നൽകിയിരുന്നു. വിവാദ പ്രസംഗത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാനാകില്ലെന്ന് നിയമോപദേശം. മലപ്പുറം ചുങ്കത്തരയിൽ വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത്. വെള്ളാപ്പള്ളി നടേശൻ ഏത് വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്നതിൽ പ്രസംഗത്തിൽ വ്യക്തതയില്ലെന്നാണ് നിയമോപദേശം. 8 പരാതികൾ ലഭിച്ച എടക്കര പോലീസിനാണ് നിയമോപദേശം ലഭിച്ചത്. CPIഎം മുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെ സന്ദർശിച്ച് പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായ MA ബേബി. സന്ദർശനത്തിന് ശേഷം ബേബി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. സഖാവ് VS ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നും പാർട്ടിയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് VSൽ നിന്നുമാണ്, അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹത്തെ കാണാൻ എത്തിയതെന്നും MA ബേബി പ്രതികരിച്ചു. മാവേലിക്കരയിലും പരിസര പ്രദേശങ്ങളിലുമായി 77 പേരെയോളം കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ലയിലെ ADDL ലാബിലെ പരിശോധനയിലാണ് വിഷബാധ സ്ഥിരീകരിച്ചത്. കണ്ണമംഗലത്തെ പറമ്പിൽ ചത്തുകിടന്ന നിലയിൽ കണ്ടെത്തിയ നായയെ നാട്ടുകാർ ചിലർ ചേർന്ന് കുഴിച്ചിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം നായയെ നഗരസഭ, മൃഗസംരക്ഷണ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ പുറത്തെടുത്ത് പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. IPLൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 12 റൺസിനായിരുന്നു ബാംഗ്ലൂരുവിന്റെ വിജയം. 45 റൺസ് വഴങ്ങി 7 വിക്കറ്റുകൾ വീഴ്ത്തിയ കൃണാൽ പാണ്ഡ്യയുടെ പ്രകടനമാണ് ബാംഗ്ലൂരിന് കരുത്തായത്. 222 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടുവാനേ കഴിഞ്ഞുള്ളൂ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.